Yeah. ദൈവത്തിന് മഹത്വം. It's been a week that we dwelt on the last portion that we were looking at faith and deeds. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചിരുന്ന ഭാഗം എന്ന് പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെ ഒന്നിച്ചു കടന്നു പോകുന്നു എന്നുള്ളതാണ്. And we saw that how important it is to exercise your faith. നമ്മുടെ വിശ്വാസം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എത്രയോ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ന് ചിന്തിപ്പാനിടയായി. We are the children of faith, and how the world sees us, how others sees us is through our deeds. നാം വിശ്വാസത്താൽ ജനിക്കുന്നവരും വിശ്വാസത്തിന്റെ മക്കളുമായിരിക്കാൽ ലോകം നമ്മുടെ പ്രവർത്തികൾ മുഖാന്തരം നമ്മുടെ വിശ്വാസത്തെ തിരിച്ചറിയുവാൻ ഇടയാകണം ചിന്തിക്കാൻ ഇടയായി. There was a teacher when I was in my school days. എന്റെ സ്കൂൾ പഠന ദിവസത്തിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ. So the teacher asks, Ajo, did you bring your homework today? എന്നോട് ചോദിച്ചു, നിന്റെ ഹോംവർക്ക് അജോ ഇന്ന് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു. I said, the teacher, I did the homework, but I forgot to bring. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഹോംവർക്ക് ചെയ്തു പക്ഷെ കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. You know what the teacher used to do? He said, Ajo, come here. അപ്പൊ ടീച്ചർ എന്താ ചെയ്തെന്ന് അറിയാമോ? എന്നോട് പറഞ്ഞു, മുന്നോട്ട് വരാൻ പറഞ്ഞു. Show me your tongue. I will tick on the tongue. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ നാക്ക് കാണിക്ക, ഞാൻ നാക്കിൽ ഒരു ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. The teacher doesn't literally do that, but the teacher says that what the teacher implies by doing is that I can't see your action. You say that you have done it, but where will I see it? ടീച്ചർ അങ്ങനെയല്ല അക്ഷരാർത്ഥത്തിൽ ചെയ്തെങ്കിലും ടീച്ചർ പറഞ്ഞതിന്റെ ഉദ്ദേശം, നീ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ അത് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എവിടെയാണ് നിന്റെ ഹോംവർക്ക്? So it's very important that your faith is evidenced by your deeds. It's evidenced by your works. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് യാക്കോബ് പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം പ്രവർത്തികളാൽ തികഞ്ഞു വരികയും പ്രായോഗിക തലത്തിൽ കാണുകയും ചെയ്യണം. പ്രവർത്തികൾ കൊണ്ട് വിശ്വാസം തിരിച്ചറിഞ്ഞേ മതിയാകെയുള്ളൂ. And with that, James is trying to focus on this topic, bringing up a couple of examples from the Old Testament. So what we'll do today is we'll delve upon these examples and then understand from his perspective the faith with works. അതുകൊണ്ട് യാക്കോബ് ആ വിഷയത്തെ തന്നെ ആസ്പദമാക്കി തുടർന്നുള്ള വിഷയങ്ങൾ സംസാരിച്ചു വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളോട് എടുത്തു പറഞ്ഞാണ് താൻ ആ കാര്യം സ്ഥാപിക്കുന്നത്. അതൊന്ന് ചിന്തിപ്പാനിടയാകട്ടെ. Now I'm taking up the portion from verse 21 until 25 onwards, because these two is about examples of people from the Old Testament. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധയിലിരിക്കാം. So let's quickly read two portions from Genesis. One is Genesis 15:6. അതിനു മുൻപ് ഉൽപ്പത്തി പുസ്തകം രണ്ട് ഭാഗങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം. ആർക്കെങ്കിലും ഓർത്ത് വായിക്കാമെങ്കിൽ മലയാളത്തിൽ വായിക്കാം. Whose word is this? ആരുടെ വാക്കാണിത്? Somebody believed in Jesus. Who is that? Abraham, right? Abraham believed in God. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണ്ടു. Yeah. And then in Genesis 22 and verse 1. ഉൽപ്പത്തി പുസ്തകം 22:1. സോറി. ഉൽപ്പത്തി പുസ്തകം 22:1 വാക്യം. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. Yeah, after that, after Abraham is believing God in 15:6, later God is testing Abraham. 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതിന് ശേഷം 22-ാം അധ്യായത്തിൽ ആ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുകയാണ് 22-ാം അധ്യായത്തിൽ. Now let's go to the other character, which is Rahab. Let's go to Joshua chapter 2 and have a reading from verse 9 to 11. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 2. Joshua chapter. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം verse 22, I guess. 22-ാം വാക്യം. Now the pursuers had sought them all day long. 22.
Yeah, so if you read in Joshua chapter 2 and verse 9, you see that the Rahab is proclaiming first, I know that the Lord has given you the land. She believes that. And that the terror of you has fallen on us, and that all inhabitants of the land have melted away before you. She says this. ഇതിന്റെ സീക്വൻസ് മനസ്സിലാക്കണം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ റാഹാബ് ആ പുരുഷന്മാരെ കണ്ടിട്ട് താൻ അങ്ങോട്ട് പറയുകയാണ്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് റാഹാബ് പറഞ്ഞ് തന്റെ വിശ്വാസം താൻ പറയുകയാണ്. നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു എന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു എന്നാണ് റാഹാബ് പറയുന്നത്. Let's also read verse 11. When we heard it, our hearts melted, and no courage remained in any man any longer because of you. For the Lord your God, he is God in heaven above and on earth beneath. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് റാഹാബ് പറഞ്ഞു. So I want you to hold on to that thought. We saw Abraham believed God, and then God chose to test Abraham. And then we see a woman who is Rahab, again, the book of Joshua, that she is believing that this is the God who is the only God above heaven and beneath the earth. He is the only God. She believes that thoroughly. ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൽ 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 22-ാം അധ്യായത്തിലുള്ള തന്റെ പരീക്ഷണം. യോശുവയുടെ പുസ്തകത്തിൽ റാഹാബ് ദൈവം തന്നെ സ്വർഗത്തിലും ഭൂമിയിലും ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. Now this slide is a very busy slide, but then I'll try to explain as simple as possible. James is taking two examples carefully from the Old Testament to drive his point that how you need to be justified by works. ഈ സ്ലൈഡിൽ അല്പം അധികം കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ലളിതമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ പ്രവർത്തികൾ കൊണ്ട് പ്രായോഗികമാകണമെന്ന് അടിസ്ഥിതമായ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി താൻ ഉപയോഗിക്കുന്നു. Now Abraham by gender he is a male. അബ്രഹാം താൻ പുരുഷനാണ്. And Rahab is a woman. റാഹാബ് സ്ത്രീയാണ്. So there is no differentiation between exercising faith for it's a sister or a brother. It's applicable for both genders. ഈ രണ്ട് വ്യത്യസ്തമായ വ്യക്തികൾ സ്ത്രീയും പുരുഷനും തിരഞ്ഞെടുക്കുന്നതിൽ യാക്കോബ് പറയുകയാണ്, സ്ത്രീ പുരുഷൻ എന്നില്ല, ദൈവസന്നിധിയിൽ വിശ്വാസം എല്ലാവർക്കും ഒന്ന്, രണ്ടുപേരും ദൈവസന്നിധിയിൽ അത് തെളിയിക്കണം. And we see Abraham is a patriarch of Jews. നമുക്കറിയാം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദന്മാരുടെ പിതാവാണ്, ഇസ്രായേലിന്റെ പിതാവാണ്. He is the figure of honor. താൻ ബഹുമാനത്തിന്റെ ഒരു പ്രതിരൂപമാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം. And Abraham was not under the covenant of the law of Moses because he lived 400 to 600 years before the existence of Moses. മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ച വ്യക്തിത്വമല്ല, 400-600 വർഷങ്ങൾക്ക് മുൻപ് മോശയ്ക്ക് മുൻപ് ജീവിച്ച വ്യക്തിത്വമാണ് അബ്രഹാം പിതാവ്. And when we come to Rahab, she is also not under the covenant of the law of Moses because she is basically a Canaanite. ഈ മോശയുടെ ന്യായപ്രമാണ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ജീവിച്ചിരുന്ന വ്യക്തിത്വമാണ് റാഹാബ്. റാഹാബ് സ്ത്രീ ഒരു യഹൂദയല്ല, താൻ ഒരു കനാന്യ സ്ത്രീയാണ്. And she is of a very low esteem because what she was doing is she was engaging harlotry. തന്റെ തൊഴിൽ എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛകരമായ തൊഴിലായിരുന്നു. താൻ വേശ്യ തൊഴിലിലാണ് താൻ ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വളരെ താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ത്രീ. Now James is bringing these two examples and trying to prove the fact that how they believe. We read about their belief, right? Abraham believed and also Rahab believed. How their belief was put into their work. അതുകൊണ്ട് യാക്കോബ് ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ ജീവിതം എടുത്തിട്ട് താൻ പറയുകയാണ്, അവരുടെ വിശ്വാസം എങ്ങനെ പ്രവർത്തികളിൽ പ്രാബല്യത്തിൽ വന്നു, അല്ലെങ്കിൽ what was the test of Abraham? എന്തായിരുന്നു അബ്രഹാമിന്റെ പരീക്ഷണം? He had to offer his only son as a sacrifice. തന്റെ ഏകപുത്രനെ താൻ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കണമായിരുന്നു. He took the very risk of losing his only son. തനിക്കുണ്ടായിരുന്ന ഏക മകൻ, ദൈവം വാഗ്ദത്തം ചെയ്ത മകനെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു വലിയ ഭയത്തിന്റെ മുമ്പാകെ താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. What was the test of Rahab? റാഹാബ് എന്ന് പറയുന്ന സ്ത്രീയുടെ പരീക്ഷണം എന്തായിരുന്നു? She had to receive messengers and had to hide under her protection, and that was a risk that she was taking against the king of Jericho. യഹൂദ പുരുഷന്മാർ ചാരന്മാരായി
യെരിഹോ നോക്കിപ്പാർക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അന്നത്തെ രാജാവിന് മുമ്പാകെ തകർന്നു പോകാൻ ഇടയാകാതെ അവരെ ഒളിപ്പിച്ച് തന്റെ ഭവനത്തിൽ സൂക്ഷിച്ച് അവർ വന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊടുക്കുവാനായി താൻ ആഗ്രഹിച്ചു. So one is taking the risk of losing his only son. The other one is taking the risk of losing her own life. ഒരാൾ തന്റെ ഏകപുത്രനെ, താൻ ആഗ്രഹിച്ച പുത്രനെ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നുള്ള ഭയം മറ്റൊരു വ്യക്തിക്ക്, റാഹാബ് എന്ന സ്ത്രീക്ക് തന്റെ ജീവിതം തന്നെ അപകടത്തിലാണ്. And then we see that when they pass the test, when God sees that these two people have passed the test that the God has given to them based on the belief that they had, അവർക്കുണ്ടായിരുന്ന വിശ്വാസം മുഖാന്തരം അവർ ദൈവത്തിന് മുമ്പാകെ ഈ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോൾ they are being called as heroes of faith, irrespective of where you're coming from. അവർ ഏത് സാഹചര്യത്തിൽ നിന്നാണോ കടന്നു വന്നതെന്ന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ രണ്ടുപേരെയും വിശ്വാസത്തിൽ വീരന്മാരായി രേഖപ്പെടുത്തിയിരിക്കുന്നു. I'm not going into Hebrews chapter 1 where is the hall of fame. The list of the heroes of faith is being listed, and Rahab, she is called as a hero of faith, and the same as Abraham is called the hero of faith. എബ്രായ ലേഖന 11-ാം അധ്യായത്തിൽ അബ്രഹാമും റാഹാബും അവിടെ വിശ്വാസ വീരന്മാരെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. Yeah, so we see that irrespective of where they came from, when they believe this God and they exercise their faith in the right way, they have been recognized by God and they've been called today as the heroes of faith, that we could read and encourage ourselves for our deeds. അവർ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്നു എന്നുള്ളത് യാതൊരു പ്രാധാന്യവും യാക്കോബ് നൽകുന്നില്ല. അവരുടെ വിശ്വാസം ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തെ അടിസ്ഥാനമായി അവരെ പരീക്ഷിക്കുകയും ആ പരീക്ഷത്തിൽ അവർ വിജയിക്കുകയും വിശ്വാസ വീരന്മാരായി തീർന്നു. Both of them are mentioned in the genealogy of Jesus. രണ്ടുപേരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. And there are only two women who is mentioned in the genealogy of Jesus, and one among them is this Rahab. രണ്ട് സ്ത്രീകൾ മാത്രമേ കർത്താവിന്റെ വംശാവലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഒരു സ്ത്രീ ഈ റാഹാബ് എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. I don't want to picture them as a very righteous and the perfect people, especially Abraham. ഞാൻ ഈ രണ്ട് വ്യക്തികളും വിശ്വാസത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായിരുന്നു അല്ലെങ്കിൽ വളരെ മാതൃകയുള്ളവരായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അബ്രഹാമിന്റെ കാര്യത്തില്. When you see that, I put the mark that he has lied twice. കാരണം അബ്രഹാമിന്റെ ആ പേരിന് നമുക്കറിയാം, രണ്ട് പ്രാവശ്യം താൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. He has lied against the Pharaoh and he has lied against the king Abimelech to say that Sarah is my sister. അബിമേലെക്ക് രാജാവിനും ഫറവോനും ഒക്കെ എതിരെയായി താൻ തന്റെ ഭാര്യ സാറ സഹോദരിയാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ വ്യക്തിത്വമാണ്. He was a king of Gerur and he has to say to him that she is my sister. ഗെരൂർ രാജാവിനെതിരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറയുകയാണ്, എന്റെ ഭാര്യ ഇതെന്റെ ഭാര്യയല്ല, എന്റെ സഹോദരിയാണ്. And not only that, Abraham took the fleshly advice from Sarah and he engaged with the maid Hagar and had the son. ദൈവം കൊടുത്ത വാഗ്ദത്ത സന്തതിക്ക് കാത്തിരിക്കാതെ സാറ കൊടുത്ത മാനുഷികമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാഗാർ എന്ന് പറഞ്ഞ സ്ത്രീയുമായി തനിക്ക് ഒരു പൈതലുണ്ടായി. And if you look at Rahab, she was of a very low esteem. റഹാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പാപം ചെയ്യുന്ന ഒരു വ്യക്തിത്വം. Even after she believed, she lied to the king, to the messengers of the king of Jericho that there is nobody here, though she hid them under her protection. ഒരു തന്റേതായ വീട്ടിൽ താൻ സംരക്ഷണം ചെയ്ത ഈ യഹൂദ പുരുഷന്മാര് വീട്ടിൽ ഇല്ല എന്ന് രാജാവിന്റെ ആളുകളോട് കള്ളം പറഞ്ഞ റാഹാബ്. So we see that people fail. People by nature they fail. To err is human, but that is not the point here. The point here is you need to mature your faith through your works, day by day, step by step in your life. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മനുഷ്യ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും, മനുഷ്യർ പരാജയപ്പെടുക എന്നുള്ളത് മനുഷ്യന് അടിസ്ഥിതമായ സ്വഭാവമാണ്. പക്ഷെ യാക്കോബ് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ പ്രവർത്തികൾ മുഖാന്തരം തെളിവായി വരണം. അത് ജീവിതത്തിന്റെ ഓരോ പടി കടക്കും തോറും പക്വതയിലേക്ക് അത് കടന്നു വരണം. It was very interesting when I read about the character of Rahab. There has even been book published on the topic whether the sin as a lying is justified or not.
ഞാൻ റാഹാബ് എന്ന് പറയുന്ന ഈ വിഷയം ഉടനെ സൂക്ഷ്മമായി പഠിച്ചപ്പോൾ റാഹാബ് എന്ന് പറയുന്ന റാഹാബ് പറഞ്ഞ കള്ളം, രാജാവിന്റെ സേനാധിപതിമാരോട് പറഞ്ഞ കള്ളം അതിനെ ന്യായീകരിച്ചുള്ള ഒരു പുസ്തകം എനിക്ക് കാണുവാനിടയായി. And also the people are trying to say that Abraham, Sarah is like, in a way, she's a sister because it's a cousin's daughter, and she is again a sister in a conjunction. They're trying to justify the person, say that Abraham is kind of righteous and Rahab is kind of justifies. No, the Bible very clearly says that they failed, they lied. Fine, they sin, it's fine. But when you believed God and when you exercise faith, you justified it through by works, and you are exercising your faith day by day as a matured person in God. റാഹാബിനെ ന്യായീകരിച്ച ആളുകളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അബ്രഹാമും കള്ളം പറഞ്ഞിട്ടില്ല, സാറ ഒരു തരത്തിൽ തന്റെ സഹോദരിയാണ്, അതുകൊണ്ട് അബ്രഹാം കള്ളം പറഞ്ഞതല്ല, അബ്രഹാമിനെ ന്യായീകരിച്ച് വിശ്വാസത്തിൽ ഒരു പ്രഗത്ഭനാണ് എന്ന് പറയാനായിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷെ വേദപുസ്തകം വളരെ സ്പഷ്ടമാണ്, രണ്ടുപേരും കള്ളം പറഞ്ഞു, പാപം ചെയ്തു, അതിൽ യാതൊരു സംശയവുമില്ല. അത് പരാജയമാണ്, അത് സാരമില്ല എന്നുള്ളതല്ല. യാക്കോബിന്റെ വിഷയം അവർ വിശ്വാസത്തിൽ, അവരുടെ വിശ്വാസ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. He sets us an example that we believers may fail many times in our work by justifying our works or faith through our deeds, but it's something that we need to mature each day of our Christian faith. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, പ്രവൃത്തികളിലുള്ള പരാജയങ്ങളുണ്ട്, വിശ്വാസത്തിലുള്ള പരാജയങ്ങളുണ്ട്. പക്ഷേ ആ പരാജയങ്ങളെല്ലാം മധ്യത്തിലൂടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ച് പക്വതയിലേക്ക് പ്രവൃത്തികൾ തെളിവായി കടന്നു വരുന്ന ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. Now the James is elevating his illustration into something which is something being a calling to look into yourself. അത് കഴിഞ്ഞ് യാക്കോബ് ആ ഉദാഹരണം കുറച്ചും കൂടെ സ്പഷ്ടമായി പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വരണം എന്നുള്ളത് യാക്കോബ് പരിണമിക്കുകയാണ്. So let's read the verse 26. 26-ാം വാക്യം, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവം ആകുന്നു. Yeah, probably I think the favorite verse for James to say that if you don't have deeds to showcase your faith, you are dead. യാക്കോബിന് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യശകലമാണ്, വിശ്വാസമില്ലയോ, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ്. So I want to clarify here something. The dead faith is not no faith. ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിർജീവ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ഇല്ലായ്മയല്ല. But dead faith is a useless faith. It's a barren faith. It's of no use to you or no use to others. നിർജീവ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയല്ല, കേവലം യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിശ്വാസം, നിനക്കുമില്ല ആർക്കുമില്ല. So for that, the James is trying to take the example of the body without a life. അതുകൊണ്ട് യാക്കോബ് പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതശരീരത്തിന് തുല്യമാണ്. The right translation for this word spirit is breath. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന The root translation, if you look at for the word spirit, is breath. So the body without its breath, which means no life. 26-ാം വാക്യത്തിൽ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആത്മാവില്ലാത്ത പദത്തിന്റെ മൂലഭാഷയിലുള്ള തർജ്ജിമ എന്ന് പറയുന്നത് ശ്വാസം അല്ലെങ്കിൽ ജീവനില്ല എന്നുള്ളതാണ്. So it goes back the book of Genesis when God breathed life into man. So that's the breath, the body without its breath, it has got no use in it. It's just a body. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യ ശരീരം ഉണ്ടാക്കിയതിന് ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അതുകൊണ്ട് ജീവശ്വാസം ഓതാത്തിടത്തോളം കാലം, ഇല്ലാത്തിടത്തോളം കാലം അത് നിർജീവ ശരീരമാണ്, പ്രയോജനമില്ലാത്ത വിശ്വാസമാണ്. And that is exactly what James is trying to tell again and again, to see, to introspect yourself, to see how am I exercising my faith through my deeds in my day-to-day Christian life. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസം എന്റെ പ്രവർത്തികൾ മുഖാന്തരം തെളിവായി വരുന്നോ, അതോ എന്റെ വിശ്വാസം നിർജീവ വിശ്വാസമാണോ, പ്രയോജനമില്ലാത്ത വിശ്വാസമാണോ? With that, I am moving on to summarize this that we are learning from the verse 14 until 26. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം 14-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ ഞാൻ ഇങ്ങനെ സംക്ഷിപ്തമായി പറയട്ടെ. So if you look at from the verse 14 to 26, in the 12 verses, there are 11 times the word faith is repeated. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. 14-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ 11 തവണ വിശ്വാസം എന്ന് പറയുന്ന പ്രയോഗം
പറഞ്ഞിട്ടുണ്ട്. And exactly same 11 times the works has been repeated. അതേ തരത്തിൽ തന്നെ 11 പ്രാവശ്യം വിശ്വാസവും 11 തരത്തിൽ 11 തവണയും പ്രവർത്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. Wherever the faith is mentioned, there the works is being mentioned. വിശ്വാസം എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ പ്രവർത്തികളും പറഞ്ഞിട്ടുണ്ട്. It's so James is driving the point to say that exercise your faith. If you're not doing it, it is dead. It is barren. It is useless. അതുകൊണ്ട് യാക്കോബ് സംക്ഷിപ്തമായി ഇങ്ങനെ പറയട്ടെ, ചുരുക്കമായി പറയട്ടെ. യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അത് പ്രവർത്തികളാൽ തെളിഞ്ഞു വരണം. വിശ്വാസം നിങ്ങൾക്ക് പ്രവർത്തികൾ ഇല്ലേ, നിങ്ങളുടെ വിശ്വാസം പ്രയോജനമില്ല, നിർജീവമാണ്, ജീവവിശ്വാസമില്ല. And 3 times is repeating the same thing. Faith without works is dead. 3 തവണ താൻ ഇങ്ങനത്തെ പ്രസ്താവന പറയുകയാണ്, പ്രവർത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ്. And hence we need to humble ourselves. We need to check for ourselves. Is my work in my Christian life is showcasing the faith that I have in the Lord, showcasing the faith as a believer. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ താഴ്മയോടുകൂടെ ഞാൻ പരിശോധന ചെയ്യേണ്ടതാണ്. എന്റെ വിശ്വാസം കൊണ്ട് എന്റെ വിശ്വാസ ജീവിതത്തിൽ പ്രവൃത്തികളുണ്ടോ, ഇത് തെളിവായി മനുഷ്യർക്ക് കാണാൻ Because കഴിയുമോ? your work is the evidence of your faith. കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവ്. We all fail miserably, isn't it? നാം എല്ലാം വളരെ പരാജിതരായി പോകുന്ന മനുഷ്യരാണ്. But we need to ask the grace, and we need to ask us for the strength of the Lord and try and mature and exercise these deeds in our life, in our day-to-day life. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഈ പരാജയങ്ങളുടെ എല്ലാ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസത്തെ പക്വതയിലേക്ക് നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. And with that, I would like to move on to the next chapter. And I see that it is a very dangerous chapter to read and to understand too, because it applies in our day-to-day life so very practically. ഈ അധ്യായം അല്പം കഠിനമായ അധ്യായമാണ്. അതുകൊണ്ട് വളരെ ഭയത്തോടു കൂടെ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കട്ടെ. 3-ാം അധ്യായം. We know that after looking at your deeds, James is trying to drive your attention to your speak. നമ്മുടെ പ്രവർത്തികൾ വിശ്വാസത്തിൽ കൊണ്ട് ഉണ്ടാകുന്ന പ്രവർത്തികൾക്ക് ശേഷം യാക്കോബ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ സംസാരം പറ്റി താൻ സംസാരിക്കുകയാണ്. So we saw in James chapter 2 verse 12, so speak and so act as those who are judged by the law of liberty. We saw that portion. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. Yeah, so we read about the act, we read about the deeds from 14 to 26. Now he is talking about the speak. 14 മുതൽ 26-ാമത്തെ വാക്യം വരെ വിശ്വാസവും പ്രവർത്തികളും പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ നമ്മുടെ സംസാരത്തെ പറ്റി, നമ്മുടെ സംഭാഷണങ്ങളെ പറ്റി താൻ പറയുകയാണ്. Yeah, so we have this proverb, right? Action speaks louder than words. പ്രവർത്തികൾ സംസാര വാക്കിനേക്കാൾ ഉറക്കെ സംസാരിക്കുന്നു, വിനിമയം നടത്തുന്നു. Yeah, but that is for the world. The Bible teaches that even your speaks louder. ലൗകികമായി ആണ് ആ ഒരു തത്വം വരുന്നതെങ്കിലും വേദപുസ്തകത്തിൽ വളരെ സ്പഷ്ടമാണ്. നമ്മുടെ വാക്കും വളരെ നമ്മളെ പറ്റി വളരെ അത് ലോകത്തോട് വിളിച്ചു പറയുന്നു. I'll give an outline and then we'll get into this portion. The tongue is a fire is a title for this. ഇതിന്റെ ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നാവ് ഒരു തീയാണ്. Not to the entire portion, but some of the portions. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് അതിനാണ് ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. So what James through this chapter 3 is trying to draw your attention is towards to closely examine what comes out of your mouth. യാക്കോബ് 3-ാം അധ്യായത്തിന്റെ ചില വാക്യശകലങ്ങളിൽ എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, എന്റെ നാവ് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ താൻ പഠിപ്പിക്കുകയാണ്. Why you should control your unruly tongue. മഴുക്കുവാൻ കഴിയാത്ത നാവിനെ എങ്ങനെ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്ന് താൻ പറയുകയാണ്. Yeah, he's telling that watch the door of your lips. Right? Watch the door of your lips. What comes out of that mouth? യാക്കോബ് പറയാണ്, നിങ്ങളുടെ സംസാരത്തിന്റെ കതക്, നിങ്ങളുടെ വായുടെ കതക് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. When I was reading this portion,
I should admit that how a big failure would I be in many of the aspects that we speak. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ആ, ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം പരാജയമാണെന്ന് എനിക്ക് മനസ്സിലായി. Yeah, because the first verse itself is like hitting you in the heart with a dagger. കാരണം എന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ യാക്കോബ് വളരെ കഠിനമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. Many times we think that to speak, it comes freely, right? You speak left and right, whatever you want. Are we really mindful of it? The Bible teaches you very strictly to be conscious about what comes of your mouth as a believer. ദൈവം വളരെ നാം പലപ്പോഴും വളരെ നിയന്ത്രണമില്ലാതെ നമ്മുടെ വാക്കുകൾ എങ്ങനെയും ഉപയോഗിക്കാനായിട്ട് തുനിയുന്ന ആളുകളാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും അതിന് ദൈവസന്നിധിയിൽ അത് വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. James has 5 chapters. In all the 5 chapters, he is mentioning about the tongue or about the use of tongue. 5 അധ്യായങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. 5 അധ്യായങ്ങളിലും നമ്മുടെ നാവിനെ പറ്റി, നമ്മുടെ സംസാരത്തെ പറ്റി യാക്കോബ് സംസാരിക്കുന്നു. Chapter 1, he says 2 times. Chapter 2, he says 1 time. 1-ാം അധ്യായത്തിൽ 2 തവണ, 2-ാം അധ്യായത്തിൽ 1 തവണ, Chapter 3, 4 times. 3-ാം അധ്യായത്തിൽ 4 തവണ, Chapter 4, 1 time. 4-ാമത്തെ അധ്യായം 1 തവണ, And chapter 5, 1 time. All across, he speaks about the word or about our tongue. 5-ാം അധ്യായത്തിലും 1 തവണ താൻ നമ്മുടെ നാവിനെയും നമ്മുടെ സംസാരത്തെ പറ്റി സംസാരിക്കും. Because it's very important that we need to examine, as I was saying, about what we speak. അതുകൊണ്ട് യാക്കോബ് വളരെ സ്പഷ്ടമായി പറയുകയാണ്, നാം എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. And psychology says that women tend to speak more words than men per day. സൈക്കോളജി വിഷയത്തിൽ നാം പഠിക്കുന്ന ഒരു വിഷയമാണ്. സഹോദരിമാർ, സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ വളരെ അധികം വാക്കുകൾ ഉപയോഗിക്കുന്നത്. Research tells so, not me. ഞാനല്ല അതിനെ പറ്റി പറയുന്നത്. So the probability of more using words would also increase the probability of we using words we should suppose not to use. വാക്കുകൾ വളരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകളും വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ആ സംസാരത്തിലോ നാവിൽ നിന്നോ കടന്നു വരാൻ സാധ്യതയുണ്ട്. I humbly request sisters not to hold me accountable that Ajo brother said that women tend to sin on this more. അതുകൊണ്ട് സഹോദരിമാർ എന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു സഹോദരിമാരാണ് കൂടുതൽ പാപം ചെയ്യാൻ സാധ്യതയുള്ളതെന്ന്. Yeah. So what you're trying to say is that we should keep a measure of the door of your mouth of what comes out of us. നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുന്ന വാക്കുകൾ, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ പറ്റി ഒരു നിയന്ത്രണവും അതിലേക്ക് വളരെ സ്പഷ്ടമായ ഒരു സൂക്ഷ്മമായ നിരീക്ഷണവും ആവശ്യമാണ്. With this outline, let's get into the first 2 verses of chapter 3. Let's read first 2 verses of chapter 3. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. Yeah, it's very careful, right? Very carefully we need to choose whether we need to place ourselves in the position of teaching. നമ്മളെ തന്നെ ഉപദേഷ്ടാക്കന്മാരായി നമ്മൾ ഉപദേഷ്ടാക്കന്മാരാകണം എന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളോ വേണോ വേണ്ടിയോ എന്നുള്ളത് പോലും ചോദിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രസ്താവനയാണ് യാക്കോബിന്റെ പ്രസ്താവന. Because being a preacher or preaching is a trade with your tongue. കാരണം ഉപദേഷ്ടാക്കന്മാരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവിനെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. And not only that, the word of God here says that he would have, or he or she would have, a stricter judgment if you are sitting yourself in the position of a preacher. അതുകൊണ്ട് യാക്കോബ് പറയാണ്, ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, ഇങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് വളരെ കാഠിന്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിലുള്ള ശിക്ഷാവധി, അധികം ശിക്ഷാവധി നേരിടേണ്ടി വരും. Now sisters may think that this is only applicable for men, brothers who are preaching in the church.
ഒരു പക്ഷേ സൗകര്യമാരോ അല്ലെങ്കിൽ നമ്മൾ പലരും സഭയിൽ പഠിപ്പിക്കുന്നവരെ പറ്റി മാത്രമാണ് ഇത് പറയുന്നത് നമുക്ക് ചിന്തിക്കാനിടയായി. But that is not the case. But if you are involved in teaching the Sunday school kids, if you are involved in teaching your younger sisters from the word, you are under stricter judgment. എന്നാൽ പുരുഷന്മാരെ പറ്റി മാത്രമല്ല, സഹോദരിമാർ പഠിപ്പിക്കുന്ന ഏത് കപ്പാസിറ്റി ഏത് തലത്തിൽ വന്നാലും, അത് സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന തലത്തിലായിക്കൊള്ളട്ടെ, മൂത്ത സഹോദരിമാർ ഇളയ സഹോദരിമാരെ പഠിപ്പിക്കുന്ന വിഷയത്തിലായിക്കൊള്ളട്ടെ, നാം പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാകുന്ന കപ്പാസിറ്റിയിലെല്ലാം വളരെയധികം ശിക്ഷാവിധി നേരിടേണ്ടി വരും എന്ന് യാക്കോബ് പറയുന്നു. Why there is a stricter judgment? എന്തുകൊണ്ടാണ് അധികം ശിക്ഷാവിധി ഇങ്ങനെയുള്ളവർക്ക്? That is what we see in verse 2. For we all stumble in many things. That's the reason. എന്താണ് അധികം ശിക്ഷാവിധിക്ക് കാരണം? 2-ാം അധ്യായത്തിൽ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. Yes, the one who teaches should stand by what he teaches, or he need to exhibit in his life, in his spiritual life, what he is teaching. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു എന്ന് പറയുന്ന പ്രസ്താവനയിൽ യാക്കോബ് പറയുകയാണ്, അതുകൊണ്ട് പഠിപ്പിക്കുന്നവർ, ഉപദേഷ്ടാക്കന്മാർ അധികം ശിക്ഷാവിധി നേരിടേണ്ടി വരും. കാരണം പഠിപ്പിക്കുന്ന ഉപദേശത്തോടൊപ്പം ജീവിതവും വാക്കും സൂക്ഷിക്കേണ്ടി വരും. Imagine me preaching in the church, you should love your wife as Christ loved yourself, and the moment I reached home, I pick up a quarrel with my wife. എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. ഞാൻ സഭയിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയെ കാണുമ്പോൾ തന്നെ ഞാൻ ഒരു വഴക്കിലേക്ക് ഞാൻ എൻ്റെ സംസാരം കൊണ്ടുപോയാൽ, what you say should be something that you need to practice in your life. ഞാൻ എന്ത് പഠിപ്പിക്കുന്നു, ഞാൻ എന്ത് സംസാരിക്കുന്നു, ഞാൻ എന്ത് ഉപദേശിക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ്. So if you look at, I have highlighted the word we shall in both the verses, which means James is including himself into that. He's saying even I am included into the stricter judgment. Even I would stumble on many things. He's including himself. He's humbling himself when he's writing this. യാക്കോബും തന്നെ താഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്. നാം എല്ലാവരും, യാക്കോബും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. It is always an ambition to be a teacher, like you would like to teach others. എല്ലാവരും പഠിപ്പിക്കുക, ഉപദേഷ്ടാക്കന്മാരാകുക എന്നുള്ളത് പലർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. But it is very hard to achieve. എന്നാൽ വളരെ കാഠിന്യമുള്ള വിഷയവുമാണ്. It is a test of perfection. അത് പൂർണ്ണതയുടെ ഒരു പരീക്ഷണമാണ്. It is a job with holds high liability for judgment. അധികം ശിക്ഷാവിധി വരുമെന്നുള്ളത് കൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് വളരെ 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 പ്രാതിനിധ്യമുണ്ട്. So when James says, let not many of you become teachers, what he is implying by that is you need to seriously consider whether you should put yourself in the role of a teacher. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, അധികം ശിക്ഷാവിധി വരുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വളരെ സൂക്ഷ്മമായി നിങ്ങൾ എടുക്കണം. Don't consciously push yourself into the position of a teacher. നിങ്ങളെ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ സ്വയമായി കൊണ്ടുപോകരുത്. Yeah, you need to ascertain. You need to have that clear conviction that you can teach. You can, do that kind of a justice to what you are speaking. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കൺവിക്ഷൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സംസാരവും ഒന്നായി കടന്നു പോകുന്നു എന്നുള്ള ആ വളരെ സ്പഷ്ടമായ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. Because not me, the Bible says that you would be subject to a stricter judgment. കാരണം വേദപുസ്തകം പറയുന്നു, ഞാനല്ല, വളരെ അധികം ശിക്ഷാവിധി ഉപദേഷ്ടാക്കന്മാർക്കുണ്ട്. Nobody is perfect. ആരും പൂർണ്ണരല്ല. He is a perfect man. We see in the last of the verse 3 and 2. If anyone does not stumble in word, it can never happen. He is a perfect man, able also to bridle the whole body. ആരും പൂർണ്ണരല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, ശരീരത്തെ ഒരുത്തൻ വാക്ക് തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. അങ്ങനെയുള്ളവരില്ല. The word stumble means trip or fall. അവിടെ പറഞ്ഞിരിക്കുന്നത് വാക്കിൽ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ വീണു പോകുക. Yeah, you trip and fall. That is the exact translation for the word stumble.
പലതിലും തെറ്റിപ്പോകുന്ന പറയുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ എന്തെങ്കിലും ഭാഗത്ത് തട്ടി വീഴുക എന്നുള്ളതാണ്. The only perfect man who has not stumbled in this world ever to live and ever to even live in the future is Jesus himself. There's no one else. ഈ ഭൂമിയിൽ തട്ടാതെ വീണ് യാതൊരു തെറ്റും വരാതെ തന്റെ ഭാഷയിലും ജീവിതത്തിലും പൂർണ്ണ ജീവിതം ജീവിച്ച ഇനിയും ജീവിക്കുവാൻ പോകുന്ന വ്യക്തിത്വം കർത്താവായ യേശുക്രിസ്തു മാത്രമേ. That is the benchmark for perfection. അതാണ് പൂർണ്ണതയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന അളവുകോൽ. And we can never reach there. We tend to stumble. നമുക്ക് ഒരിക്കലും അതുവരെ ചിലപ്പോൾ എത്തിപ്പറ്റാൻ സാധ്യതയില്ല. നാം പലതിലും തെറ്റിപ്പോകും. And that is the reason why when you are putting into the position of the teacher, you need to be really conscious and be careful about it. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ഉപദേശകന്മാരുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. It does not state that nobody should preach. That is not the point here. ആരും പ്രസംഗിക്കരുത് അല്ലെങ്കിൽ ഉപദേശകന്മാരാകരുത് എന്നല്ല യാക്കോബ് ഉദ്ദേശിക്കുന്നത്. Nicodemus was a great teacher. നിക്കോദെമോസ് വളരെ വലിയ ഗുരുവായിരുന്നു. Jesus himself was a good teacher. He set an example. കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ നന്നായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നല്ലൊരു മാതൃക താൻ നയിച്ചു. But what James tried to prove here is the responsibility that comes with teaching. എന്നാൽ യാക്കോബ് പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ സാരം ഉപദേഷ്ടാക്കന്മാർ, പഠിപ്പിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ ഇവർക്ക് എല്ലാവർക്കും വളരെ അധികം ഉത്തരവാദിത്തം അവരുടെ ജീവിതത്തെ പറ്റിയുണ്ട്. And James always loves to drive his point through illustrations. Now we would have learned that, right? Whenever he states a point, he loves to illustrate that through an example. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തന്റെ എഴുത്തിൽ ഉടനീളം താൻ ഉദാഹരണങ്ങൾ പറഞ്ഞാണ് താൻ കാര്യങ്ങളെ സ്ഥാപിക്കുന്നത്. Now let's, with that understanding, read verses 3, 4, 3 and 4. 3ഉം 4ഉം വാക്യങ്ങൾ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. Now we see two examples, two easy examples that he is bringing. One is that of a horse, another that is of a ship, a living thing and a non-living thing. ഒരു ജീവനുള്ള കുതിരയും ജീവനില്ലാത്ത ഒരു കപ്പലും രണ്ടിനെയും കൊണ്ട് താൻ ഉദാഹരണം പറയുകയാണ്. So if you compare the horse to the bridle that it has in its mouth, it's too small. കുതിരയെ പറ്റി താൻ പറയുകയാണ്, കുതിരയെ നിയന്ത്രിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കടിഞ്ഞാൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. It's very small thing, but it determines which direction that big body of that horse should move. ഈ ചെറിയ കടിഞ്ഞാൻ കൊണ്ടാണ് ഈ നടക്കുന്ന കുതിരയെ ഏത് ദിശയിലേക്ക് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. The whole body makes its course, its direction according to the bridle. കുതിരയുടെ ശരീരത്തിന്റെ ദിശ എന്ന് പറയുന്നത് ഈ കടിഞ്ഞാന്റെ അടിസ്ഥാനത്തിലാണ് അത് നയിക്കപ്പെടുന്നത്. When I was a kid, my dad used to take me to this Ooty, right, wherever, which is nearby. It was near to Coimbatore, so we used to go there often. കോയമ്പത്തൂരിന് അടുത്തായതുകൊണ്ട് ഊട്ടിയിലേക്ക് നിരന്തരമായി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്റെ പിതാവ് എന്നെ കൊണ്ടുപോകായിരുന്നു. So this horse riding is one of the event that we eagerly wait for. Sit on the horse. ഊട്ടിയിലെ കുതിരയുടെ പുറത്ത് ഇരിക്കുക എന്നുള്ളത് വളരെ ആവേശത്തോടെ ഞങ്ങൾ നോക്കി പാർത്തു. After sitting in the horse, it is like you are sitting in some foreign thing, right? You don't know what to do. ഈ കുതിരയുടെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഓടിക്കണമെന്ന് നമുക്കറിയില്ല. അത് ഏതോ ഒരു അന്യവസ്തു പോലെ നമുക്ക് തോന്നും. And once it so happened, one of that horse was very high spirited. It started running. ഒരു പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ കുതിരക്ക് ഇച്ചിരി ആവേശം കൂടുതൽ ഓടാൻ തുടങ്ങി. I started crying, my dad at the back running, and the person who is the owner of or whatever who does that, he was also running behind me. എന്റെ പിതാവും ഞാനും പരിഭ്രാന്തത്തിലായി. പിതാവും കുതിരയെ നയിക്കുന്നവനും എല്ലാവരും ഓടാൻ തുടങ്ങി. I didn't know ABCD or what to do with the reins. എനിക്കിത് എങ്ങനെ പിടിക്കണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമായിരുന്നു. The caretaker came, he ran, he held that bridle, and he could stop that particular thing, that horse in that very moments. കുതിരയെ നോക്കുന്ന വ്യക്തി ഓടിക്കടന്നു വന്ന് കുതിരയുടെ ആ കടിഞ്ഞാണിന്റെ തുമ്പ് പിടിച്ച് കുതിരയെ നിർത്തുവാനായിട്ട് ഇടയായി. So what I'm trying to drive is that small thing can operate or function the entire body. അതുകൊണ്ട് ആ ചെറിയ കടിഞ്ഞാൻ കൊണ്ട് വലിയ ശരീരമുള്ള കുതിരയെ നിയന്ത്രിക്കുവാൻ കഴിയും. And he's drawing the example of this non-living thing. We know that the ships are very large. We are at Cochin, and Jimple would know them more than anybody here. നമുക്കറിയാം ഈ കപ്പൽ എന്ന് പറയുന്നത് വളരെ വലിയ വസ്തുവാണ്. നമ്മളെക്കാളും ഒക്കെ കപ്പലിനെ പറ്റി വളരെ അറിയാവുന്നത് ജിംപിൾ സഹോദരനായിരിക്കും. And this whole big vessel, it's in the sea, and it has got the force of wind raging at it.
ഈ വലിയ കപ്പൽ കടലിൽ കടലിൽ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ കാറ്റും കടലും ഒക്കെ അതിന്റെ എതിരെ കടന്നു വരുമ്പോൾ Whatever may be the case, the small rudder determines which direction the ship has to take its course. ആ എത്ര വലിയ കപ്പലായിക്കൊള്ളട്ടെ, എത്ര വലിയ കലുഷിതമായ കടലായിക്കൊള്ളട്ടെ, ആ വലിയ കപ്പലിനെ ഈ ചെറിയ ചുക്കാൻ കൊണ്ട് അതിന്റെ ദിശയും അതിനെ നിയന്ത്രിക്കുവാൻ കഴിയും. So that is why, and with this example, what James is trying to draw is, so also the tongue is small part of the body, small member of the body. ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് യാക്കോബ് 5-ാം വാക്യത്തിൽ പറയാണ്, അങ്ങനെ തന്നെ നാവും ചെറിയ ഒരു അവയവമെങ്കിലും വളരെ വമ്പ് പറയും. Yes, this small thing can do great things, good or bad. ഈ ചെറിയ നാവ് വളരെ വമ്പ് പറയുന്നു എന്ന് നാം വായിക്കുന്നു. Yeah, though when I see in the translation, when it says it's boast of great things, the translation, what it says is it can do great things, whether bad or good. This is a neutral term that I see in that particular word. ഇതിന്റെ മൂലഭാഷയിൽ അതിന്റെ പരിഭാഷയിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ചെറിയ നാവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഒന്നെങ്കിൽ തകർക്കുന്ന കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നന്നാവുന്ന അല്ലെങ്കിൽ നന്നായിരിക്കുന്ന വലിയ കാര്യങ്ങൾ. Yeah, so it could influence or direct the course of your whole being. എന്റെ ജീവിതത്തിന്റെ, എന്റെ ശരീരത്തിന്റെ ദിശയെ മുഴുവനും നിയന്ത്രിക്കുവാനായിട്ട് എന്റെ നാവിന് കഴിയും. So what James is driving the point to us is that man should learn to direct or guide the tongue. അതുകൊണ്ട് യാക്കോബ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ, വിശ്വാസികൾ അവരുടെ നാവിനെ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാൻ ഇടയാകണം. The small part can do a big thing. ചെറിയ നാവ് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. It's greater in power to direct. അത് ആ ചെറിയ നാവ് കൊണ്ട് വളരെ വലിയ ശക്തിയെ നിയന്ത്രിക്കുവാൻ കഴിയും. Now he is building up his statement one after the other on this. With this understanding, let's go to the next two verses, verse 3, 5 and 6. Let's give a reading of that. 3 and 5 and 6. Yeah. 5 and 6. Yeah. 5-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. Yeah. So first we saw tongue can direct, right? The other two verses we saw that tongue can direct. ഒന്ന് നമ്മൾ പഠിച്ചത് നാവിന് അതിന്റെ ദിശയെ, ജീവിതത്തിന്റെ ദിശയെ തിരിക്കുവാൻ കഴിയും. The second portion we see here, tongue can distract. രണ്ടാമതായി നാം യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നത് നാവിന് തകർക്കുവാൻ കഴിയും. A spark ignited burns a house. You would have read that in your schools, right? Written by Leo Tolstoy, right? Small things can do a big destruction in life. ചെറിയ ഒരു തീപ്പൊരി മതി ഒരു വലിയ നഷ്ടത്തിലേക്ക് പോകുവാൻ എന്ന് പറയുന്നത് പോലെ. So what James is saying is that, see how a forest is set aflame by such a small fire. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, വലിയ കാടിനെ ചെറിയ തീ കൊണ്ട് കത്തിച്ചു കളയും. We read mostly there is global news, especially in the land of Australia, where prairies are there during this hot summer days. A small spark, right? A small spark can burn the entire hectares of land. It could put the entire hectares of prairies aflame. നമുക്കറിയാം, ചൂടുകാലത്ത് ഉഷ്ണക്കാറ്റിലൊക്കെ ഓസ്ട്രേലിയയിലുള്ള പ്രൈറീസ് നമ്മൾ പഠിച്ചിരിക്കുന്ന വലിയ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഒരു തീപ്പൊരി മതി ആ കാട് മുഴുവനും കത്തിച്ചു കളയുവാൻ. So James is trying to say is that this tongue has that power. അതുകൊണ്ട് യാക്കോബ് പറയാണ്, നാവിന് അതുപോലത്തെ ശക്തിയുണ്ട്. A power to destruct. നശിപ്പിക്കാനായിട്ട് കഴിയുന്ന A ശക്തി. power to destroy. നശിപ്പിച്ചു കളയുവാൻ, തകർക്കുവാനുള്ള ശക്തി. There's a saying in Tamil, തീയിനാൽ സുട്ടപ്പുൺ ഉള്ളാരു മാറാതെ നാവിനാൽ സുട്ടവടു. Okay, I don't expect him to translate that. It is a Tirukural and it's a Sahitya Tamil, whatever it is. So what that says is that a wound that is being created by flames could heal within, but not the words
for a lifetime, which means that's the power of words. തീ കൊണ്ടുണ്ടായ ഒരു മുറിവിനെ ഒരു പക്ഷെ നമുക്ക് ശാന്തമാക്കാനും പരിഹരിക്കാനും കഴിയും. പക്ഷെ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവിനെ ഒരായുസ് കൊണ്ട് പോലും പരിഹരിക്കുവാനായിട്ട് കഴിയുമായിരിക്കും. I've seen, instances where generation to generation it has been handed over that in this family this person spoke like this, and that son holds on to it, and that son goes to grandson. That generation, that appachan taught about us like this. Hold on to this thought. തലമുറയായി ഈ തകർച്ച കടന്നുകൊണ്ടിരിക്കും. എന്റെ വല്യപ്പച്ചനോട് അങ്ങേര് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്റെ മകനും എല്ലാം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു പോകും. We all give that baggage to the next generation. Hold tight on to this. This is the power of the tongue. നമ്മളെല്ലാം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ ഇത് കൈമാറുകയും ചെയ്യും ഈ ഇതേ തകർച്ച. So what I'm trying to say is that this tongue is a fire. Do you allow a child to play with fire? No, right? It is something dangerous, something that needs to be handled with caution, utmost caution. And that's what James is trying to say. Tongue is a fire. You need to be cautioned of how to use this. അതുകൊണ്ട് യാക്കോബ് പറയാണ്, നാവ് തീയാണ്, വളരെ സൂക്ഷിക്കണം. ആ തീ, ആ കനലായിരിക്കുന്ന ആ നാവിനെ വളരെ സൂക്ഷ്മതയോടുകൂടെ നാം ദിശ നയിക്കണം. So in the verse 6 he's saying why tongue is a fire, why it can you be used as a tool of destruction. എന്തുകൊണ്ടാണ് നാവ് ഒരു തീ എന്ന് താൻ പറയുന്നതിന്റെ സാരം 6-ാം വാക്യത്തിൽ. We can see tongue is a fire, the very world of unrighteousness. വീണ്ടും താൻ പറയുകയാണ് നാവ് ഒരു തീ തന്നെ, അത് അനീതി പ്രവർത്തിക്കുന്ന അവയവമാണ്. The natural bent of the tongue itself is unrighteousness, to do or say unrighteous thing. നാവിന് സ്വാഭാവികമായിട്ടുള്ള ഈ വളഞ്ഞിരിക്കുന്നതാണല്ലോ, നാവ് വളരെ ഫ്ലെക്സിബിൾ ആണല്ലോ, അത് തന്നെ അനീതിയുടെ ഒരു ലക്ഷണമാണെന്നാണ് യാക്കോബ് പറയുന്നത്. Yeah, the very construct of the tongue is to do or speak unrighteous, and that is why you need to handle with care. അതുകൊണ്ട് നാവിന്റെ ആ രൂപഘടന തന്നെ അനീതിയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ നാവിനെ വളരെ സൂക്ഷിക്കണം. And the second thing, the tongue is set among our body parts as that which defiles the whole body. അതുകൊണ്ട് നാവ് നമ്മുടെ ശരീരത്തെ മുഴുവനും മലിനമാക്കുവാൻ അതിന് കഴിയും. Yes, this small tongue can pollute, can contaminate through the power of the words the whole body. വാക്കുകൾ, നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ ശരീരത്തെയും അവയവങ്ങളെയും മുഴുവനും മലിനമാക്കുവാനുള്ള ശക്തി ഈ നാവിനുണ്ട്. Now when I say this, there is nothing wrong with tongue, okay? Tongue as an organ is not the problem here. നാവ് കൊണ്ട് അല്ല, നാവ് എന്ന് പറയുന്ന അവയവം ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. Otherwise we would not enjoy our Sunday biryanis, isn't it? It's very much needed. കാരണം ഈ നാവില്ലെങ്കിൽ നമുക്ക് ആഹാരമോ ബിരിയാണിയോ നമുക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. But what the author is trying to say is that it produces what your heart thinks. What is that feeling in you? That is what this tongue is trying to put outside. അതുകൊണ്ട് എനിക്ക് എന്ത് തോന്നുന്നു, എന്റെ വികാരം, എന്റെ ഹൃദയത്തിന്റെ നിലവാരമാണ് വാക്കുകൾ കൊണ്ട് നാവ് പുറപ്പെടുത്തുന്നത്. So the tongue expresses the image of your heart. അതുകൊണ്ട് എന്റെ നാവ് എന്റെ ഹൃദയത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്നു. So this tongue can pollute the entire body, the entire being of yourself. അതുകൊണ്ട് ഈ നാവിന് നമ്മുടെ ശരീരത്തെ മുഴുവനും മലിനമാക്കാൻ കഴിയും. And the next one, and sets on fire the course of our life. അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ദിശയെ തിരിക്കുവാൻ അതിന് കഴിയും. It extends, influences the whole circle of your life. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അതിന്റെ ദിശ തിരിക്കുവാൻ കഴിയും. It extends beyond the individual to affect everything in the sphere of its influence. Wherever it influences, not just me, wherever it goes, it can influence. എന്നെ മാത്രമല്ല എന്റെ നാവിന് എന്നെ ബാധിക്കുവാൻ കഴിയുന്നത്, എന്റെ വാക്കുകൾ എവിടൊക്കെ സഞ്ചരിക്കുമോ, എന്റെ നാവിന്റെ ആ റേഡിയസ്, ആ ദിശ എന്ന് പറയുന്നത് ആരെയും ഏതറ്റം വരെയും തകർക്കുവാനായിട്ട് അതിന് കഴിയും. And is set on fire by hell. അത് നരകത്തിന്റെ തീയിൽ കൊണ്ട്, അത് നരകമാണ് നാവിൽ നിന്ന് തീ പുറപ്പെടുവിക്കുന്നത്. So when I read this, it was interesting reference to this. The fire by hell here is a reference to the Greek word Gehenna. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന
മലിനമായ ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഗഹന എന്ന് പറയുന്ന പദപ്രയോഗം. Yeah, it's a Greek word, Gehenna. And now this Gehenna is a reference which Jesus has mentioned throughout this Gospels many times. ഗഹന എന്ന് പറയുന്ന പദം കർത്താവ് തന്റെ ശുശ്രൂഷ മേഖലകളിൽ പറഞ്ഞ It was nothing but a garbage dump at the southeast of Jerusalem. യെരൂശലേമിന് അടുത്തുണ്ടായിരുന്ന ഒരു ഗാർബേജ് മലിനം ഇടുന്ന ഒരു സ്ഥലമാണ്. And people used to dump their dead animals, many of those garbages, and set on fire, and it keeps burning and burning, and it keeps burning and burning and burning. ചത്തുപോയ മൃഗങ്ങളെയും വസ്തുക്കളെയും ഒക്കെ ജീവനില്ലാത്ത സാധനങ്ങളെ എല്ലാം കൊണ്ടിട്ട് അവിടെ കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. So to represent this hell, Jesus was using this place, Gehenna. അതുകൊണ്ട് നരകത്തെ പറ്റി താൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് ഗഹന എന്ന് പറയുന്ന ഈ പദപ്രയോഗമാണ് കർത്താവ് ഉപയോഗിച്ചത്. We can see the same translation, Mark chapter 9:43, Matthew 5:22, 5:29. All these places, Jesus is using this word Gehenna, and he's the only one he is used in the New Testament, in the Gospels, and after that, only in James, this particular portion, that particular translation has been used. കർത്താവ് മാത്രമേ ഈ പദപ്രയോഗം സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. മർക്കോസും മത്തായിലും ഒക്കെ കാണുവാൻ കഴിയും. കർത്താവിന് ശേഷം ഇതേ ഭാഗം ഈ ഭാഗത്ത് മാത്രമേ ഇതേ പദം യാക്കോബ് ഉപയോഗിച്ചിട്ടുള്ളൂ. So what James is trying to say is that tongue leads to the path of destruction. അതുകൊണ്ട് യാക്കോബ് പറയുന്നത് നാവ് തകർച്ചയിലേക്ക് നയിപ്പാൻ കഴിയും. So to summarize, what he says is that tongue is a source of unrighteousness. നാവ് സകല അനീതിയും പുറപ്പെടുവാൻ അതിന് കെൽപ്പുണ്ട്. Tongue has the capability to defile your entire body, your entire being. എന്റെ ശരീരത്തെ എന്റെ ജീവിതത്തെ മുഴുവനും മലിനമാക്കാൻ നാവിന് ശക്തിയുണ്ട്. It could affect the entire circle of life. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ വട്ടത്തെയും അതിനെ തകർക്കുവാൻ കഴിയും. And it could lead to the path of destruction. അത് തകർച്ചയിലേക്ക് നയിപ്പാൻ കഴിയും. Though it is small, it can function greatly. ചെറുതാണെങ്കിലും വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നാവിനെ കൊണ്ട് കഴിയും. And that is why we need to be very careful with our words. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകളെ നാം സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ടത്. With that, just 5 minutes, I'll again go to the next portion quickly. Let's have a reading of the verse 7 and 8. 7-8 വാക്യം ഇങ്ങനെ വായിക്കുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവക എല്ലാ മനുഷ്യജാതിയോടും മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവുന്നതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. So we saw that the tongue can direct, the tongue can distract, and the tongue is untamable. നാവിന് ദിശ തിരിക്കുവാൻ കഴിയും, ദിശയെ നിർണയിക്കാൻ കഴിയും, നാവിന് തകർക്കുവാൻ കഴിയും, നാവിനെ മെഴുക്കുവാൻ കഴിയില്ല. Yeah, the tongue is untamable. നാവിനെയോ മനുഷ്യർക്ക് മെരുക്കാവുന്നതല്ല. When I was reading this portion, I was thinking that we need not even get to the example. We can look into ourselves. We'll be totally convinced that yes, the tongue is untamable. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഉദാഹരണം ഒന്നും നോക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ മതി, നമുക്ക് നാവിനെ മെരുക്കുവാൻ കഴിയില്ല. So he gets into the species of birds, bees, reptiles, creatures of the sea. He goes back to Genesis, where the Lord creates everything, and he appoints man to be dominion of all over these beings. He's drawing that corollary from there. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത അധികാരത്തിൽ ഇഴജാതി, പറവകൾ, ജലജന്തുക്കൾ എല്ലാം എങ്ങനെ മനുഷ്യനോട് മെരുങ്ങിയിരിക്കുന്നത് പോലെ. Yeah, so he's been tamed, and it is being tamed by the human race. അത് മനുഷ്യരോട് മെരുങ്ങിയിരിക്കുന്നു, മനുഷ്യർ മെരുക്കുകയും ചെയ്യുന്നു. We know that in Kerala it's famous, right? Elephant, such a big creature, could be tamed. നമുക്കറിയാം, വലിയ മൃഗമായിരിക്കുന്ന ആനയെ പോലും മനുഷ്യർ അവന്റെ കടിഞ്ഞാണിലാണ് വെച്ചിരിക്കുന്നത്. If you go to aquarium in US and other places, the sea giant creatures like orcas or dolphins has been tamed. നമുക്കറിയാം, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഡോൾഫിൻസും അങ്ങനെയുള്ള വലിയ ജലജന്തുക്കളെ എല്ലാം മനുഷ്യൻ മെരുക്കിയിരിക്കുന്നു. But nobody can tame this tongue. എന്നാൽ നാവിനെ മെരുക്കുവാൻ മനുഷ്യർക്ക് കഴിയില്ല. A statement to say that nobody has succeeded or probably could succeed is so difficult to tame the tongue. ആർക്കും കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും ഇതുവരെ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നാവിനെ മെരുക്കുവാൻ. Yeah, because the tongue is such an organ which has that restless evil in it, and it brings out deadly poison. മെരുക്കുവാനാവുന്നില്ല. അതിനകത്ത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞതുകൊണ്ട് അതിനെ മെരുക്കുവാൻ കഴിയില്ല.
tongue is something that needs to be looked upon as an organ that needs to be tamed for the words that's coming from our mouth. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ നാം സൂക്ഷിക്കേണ്ടത് കൊണ്ട് നമ്മുടെ നാവിനെ മെരുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. The word tame means, you know, that it's subduing or controlling or restraining. മെരുക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, സ്വയം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിനെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. So why it is untamable? എന്തുകൊണ്ടാണ് അതിനെ മെരുക്കുവാൻ കഴിയാത്തത്? That's why James says that the last part of the verse 8, it is a restless evil. അത് അടങ്ങാത്ത ദോഷം. It is a restless evil. It's difficult to hold the tongue in the cheek. അതുകൊണ്ട് അത് അടങ്ങാത്ത ദോഷം നാവിൽ അത് സൂക്ഷിപ്പാൻ കഴിയില്ല. It is unstable, unruly, it is rebellious. അതിനെ നിയന്ത്രിക്കുവാൻ കഴിയില്ല, അതിനെ മെരുക്കുവാൻ കഴിയില്ല, അതിനെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. And by nature it brings out deadly poison. അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വിഷം നിറച്ചതായി വിഷത്തെ അത് പുറപ്പെടുവിക്കുന്നു. It can poison relationships. അത് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെ അതിന് വിഷം കൊണ്ടുവരാൻ A കഴിയും. tongue can express slander, malice, anger, envy. Everything could come through this tongue. It is poisonous. ദേഷ്യവും അസൂയയും വെറുപ്പും എല്ലാം ഈ നാവിൽ നിന്ന് പുറപ്പെടുന്നു, മനുഷ്യരെ തകർക്കുവാൻ. It can destroy the reputation of men in the church. പുരുഷന്മാർ എന്ന നിലയിൽ സഭയിൽ നമ്മുടെ സാക്ഷ്യത്തെ തകർക്കുവാൻ കഴിയും. But many times we think that we do not do any explicit sins, right? The sins of probably murder, probably adultery, or stealing. We boast ourselves sometimes to say that, I stand righteous. I don't do all these explicit sins. Nobody can find a falter in that. വലിയ പാപങ്ങൾ, കൊലപാതകം അല്ലെങ്കിൽ ഹീനമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പക്ഷേ നമ്മൾ അഭിമാനിക്കുമായിരിക്കും. But James here says that if you're not able to hold your tongue in your cheek, you are as good as a snake with its mouth with a deadly venom. നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ മെരുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാവിൽ വിഷം ഉണ്ട്. Yeah, it's very important to tame the tongue. നമ്മുടെ നാവിനെ മെരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. I'll close this with one of the things that I learned in my post-graduation when there was a session on communication was taught. ആശയവിനിമയം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി എന്റെ PG സമയത്ത് പഠിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നു. It always stuck with me, this particular example. ഈ ഉദാഹരണം എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടന്നു. We see that when two people fight, for example, husband and wife, when two people fight, ഭാര്യ ഭർത്താവ് ഒരുപക്ഷെ അവർ തർക്കിക്കുമ്പോൾ they don't scream, they don't talk in silence, right? They don't talk in hush hush voice, they scream. രണ്ടുപേരും തർക്കിക്കുമ്പോൾ രണ്ടുപേരും വളരെ ശാന്തമായിട്ടൊന്നുമല്ല തർക്കിക്കുന്നത്, വളരെ ഉച്ചത്തിൽ തന്നെയാണ് തർക്കിക്കുന്നത്. Yeah, you're not right, you're doing that and this. നീ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്തത് ശരിയല്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. Is the husband deaf? ഭർത്താവ് ചെകിടനായതുകൊണ്ടാണോ? Is the wife deaf? ഭാര്യയ്ക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ഇത്ര ഒച്ചയിൽ സംസാരിക്കുന്നത്? Both can hear perfectly. രണ്ടുപേർക്കും വളരെ ചെറുത് സംസാരിച്ചാലും കേൾക്കുവാൻ കഴിയും. But then why screaming? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മള് അലറുന്നത്? So what he says that whenever you have this hatred and this vile thing, of the difference of opinion comes, this person's heart detaches, it distance from the other person. അതുകൊണ്ട് അതിന് ഉദാഹരണം പറയുന്നത് മറ്റേ ആള് സംസാരിക്കുന്ന ആളുമായിട്ട് എനിക്ക് എഗ്രി ചെയ്യുവാൻ, ഒത്തൊരുമിച്ച് പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ ഹൃദയം ആ വ്യക്തിയോട് ചേർന്നിരിക്കാതെ വളരെ അകൽച്ച എനിക്ക് എന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. Yeah, so if my heart has to reach out to my wife's heart who is so distant, I have to scream at the top of my voice. അതുകൊണ്ട് എന്റെ ഹൃദയം എന്റെ ഭാര്യയുടെ ഹൃദയം വളരെ അകന്നു നിൽക്കുന്നത് കൊണ്ട് ഇത് തമ്മിൽ എത്താൻ വേണ്ടി ഞാൻ വളരെ ഒച്ചയിൽ അലറുന്നതാണ്. How do we say I hate you? I hate you. എനിക്കിതിന് ഇഷ്ടമില്ല നമ്മൾ പറയാം, ഇഷ്ടമില്ലാന്നല്ലേ, അങ്ങനല്ലല്ലോ പറയുന്നത്. You put your lungs out and scream, I hate you. നമ്മൾ ഉറക്കെ പറയും എനിക്കിതിന് ഇഷ്ടമല്ല എന്ന് പറയും. But when I say I love you to your wife or your child, how do you say that? നാം നമ്മുടെ കുഞ്ഞിനോടോ നമ്മുടെ ഭാര്യയോടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? You instead of
Yeah, let it enough, right? Because your heart is closer. കാരണം നമ്മുടെ ഹൃദയം വളരെ ചേർന്നിരിക്കുന്ന സമയമാണ്. So that is what I'm saying. The tongue, it reflects your heart. It shows your heart. What is the inside of you? And it needs to be tamed. You need to be conscious of what comes from within to outside. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ ആ പിക്ചറാണ്, ആ ചിത്രമാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്ത്. അതുകൊണ്ട് നാം അതിനെ മെരുക്കുവാനായിട്ട് തയ്യാറാകണം. Probably I have overshot with a couple of minutes, but we'll continue on this topic in the days to come. Hopefully the Lord will lead us, and then we'll have a continuous session on this. അല്പം മിനിറ്റുകൾ കൂടിപ്പോയി എനിക്കറിയാം, എങ്കിലും ഈ വിഷയത്തെ തുടർന്നുമാനമായി പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let the name of the Lord be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.